أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ളുഹ ആണ് നാം ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് പുതിയ ഒരു സൂറത്ത് പരിചയപ്പെടാം, സൂറത്തുൽ ഇൻഷിറാഹ്. അതിനു മുമ്പായി ഇന്നലെ നമ്മൾ അവസാനമായി പറഞ്ഞ വിഷയങ്ങളൊന്ന് ആവർത്തിക്കാം. ഇന്നലെ നമ്മളെന്താ അവസാനമായി പറഞ്ഞത്? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് അല്ലേ? അവിടെ ഫഹദ്ദിസ് എന്നുള്ളതിൽ ഏതക്ഷരം കൊണ്ടാണ് ഓതേണ്ടത്? അവസാനം സീന് കൊണ്ടാണ് ഓതേണ്ടത് അല്ലേ? അല്ല, പിന്നെ സാ കൊണ്ടാണ് ഓതേണ്ടത്. ഫഹദ്ദിസ് എന്നാണ് ഓതേണ്ടത്. എന്തായി പോവാൻ പാടില്ല? സീനായിട്ട് ഓതി പോകാൻ പാടില്ല. അതുപോലെ ഫഹദ്ദിസ് എന്ന് പറയുമ്പോൾ ഫഹദ്ദിസ് അങ്ങനെയാവാൻ പാടില്ല. ഹാവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫഹ എന്നായി പോകരുത്, അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് പുതിയ സൂറത്തൊന്ന് പരിചയപ്പെടാം. സൂറത്തിൻ്റെ പേരെന്താണ്? അടുത്ത സൂറത്തിൻ്റെ പേരെന്താണ്? സൂറത്തുൽ ഇൻഷിറാഹ്. എന്താണ്? നമ്മൾ മുമ്പത്തെ സൂറത്തിൻ്റെ പേരെന്തായിരുന്നു? സൂറത്തുൽ ളുഹ. ഇതിൻ്റെ പേര് സൂറത്തുൽ ഇൻഷിറാഹ്. ആദ്യം നമുക്കതൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك. ألم نشرح لك صدرك. ووضعنا عنك وزرك. ووضعنا عنك وزرك. ووضعنا عنك وزرك. ووضعنا عنك وزرك. الذي أنقض ظهرك. الذي أنقض ظهرك. ورفعنا لك ذكرك. ورفعنا لك ذكرك. فإن مع العسر يسرا. فإن مع العسر يسرا. إن مع العسر يسرا. إن مع العسر يسرا. فإذا فرغت فانصب وإلى ربك فارغب. فإذا فرغت فانصب وإلى ربك فارغب. സൂറത്തുൽ ഇൻഷിറാഹാണ് നമ്മളിപ്പോൾ ഓതിയത്. ഇതിലെ ഒന്നാമത്തെ ആയത്ത് അലം നഷ്റഹ് ലക സദറക്. ഇവിടെ നഷ്റഹ് എന്നുച്ചരിക്കുമ്പോൾ ഷീന് വളരെ വ്യക്തമായിട്ട് തന്നെ ഉച്ചരിക്കണം. അവിടെ നഷ്റഹ്
എന്നുച്ചരിക്കാൻ പാടില്ല. കൽക്കലത്തോടു കൂടെ ഉച്ചരിക്കാൻ പാടില്ല. കൽക്കലത്ത് എന്നാൽ ചുരുക്കി പറയാം. നമുക്ക് ഷീൻ ഉച്ചരിക്കുമ്പോൾ നഷ്റഹ് എന്നും പറയാം, നഷ്റഹ് എന്നും പറയാം. പറഞ്ഞൂടെ? രണ്ട് രൂപത്തിൽ ഉച്ചരിക്കുക. നഷ്റഹ് എന്നും നഷ്റഹ് എന്നും. നഷ്റഹ് എന്ന് പറഞ്ഞാൽ അതിനാണ് കൽക്കലത്ത് എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ഉച്ചരിക്കുന്നത്. ചുരുക്കി പറയാൻ നഷ്റഹ് എന്ന് പറയുമ്പോൾ അത് കൽക്കലത്തോടു കൂടെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ശരിക്കും എങ്ങനെ ഉച്ചരിക്കേണ്ടത്? നഷ്റഹ് എന്നാണ്. നഷ് എന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. ആ രൂപത്തിൽ ഉച്ചരിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. അതാർക്കാണ് അറിയാം? എന്താണ് ഫർഹാൻ പറയും? ഖാഫ് മാത്രമേ ഉള്ളൂ. ഖുത്ബുജദ്. ഏതൊക്കെ? ആ പദത്തിൽ ഉള്ള അക്ഷരങ്ങളാണ് ആ രൂപത്തിൽ ഉച്ചരിക്കേണ്ടത്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഈ 5 അക്ഷരങ്ങൾ. എത്ര അക്ഷരം? ഖുത്ബുജദ്. ഖുത്ബുജദ് ഏതൊക്കെ? ഒന്നുകൂടെ പറയും. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഈ അക്ഷരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഉച്ചരിക്കേണ്ടത് എങ്ങനെ? കൽക്കലത്തോടു കൂടെ ഉച്ചരിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ഇഖ്റ. എങ്ങനെ? ഇഖ്റ. റബ്ബി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനെ ഖലഖ്. അവിടെ ഖലഖ് എന്ന് ഉച്ചരിക്കേണ്ട പോലെ ഖലഖ് എന്ന് പറഞ്ഞാൽ പോരാ. ഇങ്ങനെ ഖലഖ് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ ഖലഖ്. അതുപോലെ ഇഖ്റ എന്നുള്ള സ്ഥലത്ത് ഇഖ്റ എന്ന് പറഞ്ഞാൽ പോരാ, ഇഖ് എന്ന് തന്നെ പറയണം. ആ രൂപത്തിൽ കൽക്കലത്തോടു കൂടെ അലം നഷ് എന്ന് പറയാൻ പാടില്ല. അലം നഷ്റഹ് ലക സദ്റക. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ സുക്കൂൻ വരുമ്പോൾ കൽക്കലത്തില്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ എങ്ങനെ ഉച്ചരിക്കുക? അലം നഷ്റഹ്. പറയും. ഒന്നുകൂടെ. അലം നഷ്റഹ്. ആ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. നഷ് എന്നായി പോകരുത്. അതേപോലെ ലക സ്വദറക്. സ്വദറക് എന്നുള്ള സ്വാദ്, ആ സ്വാദിനെ ശ്രദ്ധിക്കണം. അതായത് ഉച്ചരിക്കുമ്പോൾ അത് സീനായി പോകരുത്, സദറക് എന്നായി പോകരുത്. അതുപോലെ രണ്ടാമത്തെ ആയത്തിൽ ഏതാണ്? അവിടെ വളഅന. രണ്ട് വാവ് വന്നു അല്ലേ? വാവ് അവിടെ നിന്ന് ഉച്ചരിക്കണം നമ്മൾ പറഞ്ഞത് നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വാവ് അവിടെ നിന്ന് ഉച്ചരിക്കണം. രണ്ട് ചുണ്ടുകളിൽ നിന്ന് ഉച്ചരിക്കേണ്ടത് അല്ലേ? അല്ലേ? എന്നാ ഉച്ചരിക്കേണ്ടത്. വളഅന. അതുപോലെ വാവ് കഴിഞ്ഞതിന് ശേഷം അതിലേത് അക്ഷരമുള്ളത്? ളാദാണ്. ളാദ് ഉച്ചരിക്കേണ്ട മഖ്റജ് മറന്നിട്ടില്ലല്ലോ, അത് അവിടെ തന്നെ ഉച്ചരിക്കണം. അതുപോലെ വിസ്റക്. വവളഅന അൻക വിസ്റക്. അവിടെ എന്താവാൻ പാടില്ല? അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, വിസ്റക് എന്നുള്ളത് വിസ് ആവാൻ പാടില്ല. വിസ് എന്നുള്ളത് വിസ്. വവളഅന അൻക വിസ്റക്. ചില ആൾക്കാർ ഒന്നേക്കാം. എന്തായി പോവരുത്? സീനായി പോവരുത്. വിസ്റക് എന്നാവരുത്. അതുപോലെ തന്നെ വിസ്റക് എന്നും ആവാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൽക്കലത്ത് കൊടുത്തിട്ട് ഖുത്ബുജദ് എന്നുള്ളതിൽ ജ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉച്ചരിക്കുമ്പോൾ എന്താവാൻ പാടില്ല? കൽക്കലത്തോടു കൂടെ ഉച്ചരിക്കാൻ പാടില്ല. വിസ്റക് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ഉഷാറായിട്ടൊന്ന് ഓതി? വവളഅന ഇല്ല, ശരിയായിട്ടില്ല. വിസ്റക് എന്ന് ഒരു വരുന്നുണ്ട്. ഒന്നുകൂടെ വിസ്റക്. ഒന്നുകൂടെ ആയത്തോത്. അങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത്. ഇത്രയാണ് ഈ ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൻ്റെ പഠന മാർഗത്തിലൂടെ നമ്മളെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഖുർആൻ പഠനത്തിൻ്റെ ഈ മേഖല ഈ ടെലിവിഷൻ മാർഗത്തിലൂടെ തുറന്നു തന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് നിരവധി പേർ കത്തുകൾ അയക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, ഒപ്പം തന്നെ നമ്മുടെ
കുറ്റിച്ചിറ അൽ മർക്കസുൽ ഫാറൂഖിയിലെ അധ്യാപകരും കുട്ടികളും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളും എല്ലാം തന്നെ നമുക്ക് ഈ ഖുർആൻ പഠനത്തിന് വലിയ സഹായമാണ് ചെയ്യുന്നത്. നിങ്ങൾ ദുആയിൽ ഇവരെ എല്ലാം ഉൾപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹജ്ജ് പഠന ക്ലാസ്സിലേക്ക് എത്തിച്ചേരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. أعوذ بالله من الشيطان الرجيم. لبيك اللهم لبيك لبيك اللهم لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك. നമ്മുടെ ഹജ്ജ് പഠനത്തിൻ്റെ സംശയ നിവാരണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും സമർപ്പണത്തിൻ്റെ ഈ രണ്ടാം ഭാഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് നമ്മുടെ അബ്ദുസ്സമദ് പൂക്കുട്ടൂർ സാഹിബുമായി നമ്മുടെ സംശയ ദൂരീകരണം നടത്താം. ഒരുപാട് കത്തുകളുണ്ട്. നമ്മുടെ സമയവും സന്ദർഭവും നമുക്ക് അനുവദിക്കുന്നില്ല ഈ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയാണ്. എങ്കിൽ തന്നെ പ്രസക്തമായത് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. നമ്മൾ ഈ ഫോൺ നമ്പർ കൊടുത്ത് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നെല്ലാം പലരും എഴുതിയിട്ടുണ്ട്. അവരൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. അതെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കിതുകൊണ്ട് ആകെ നിങ്ങളോട് പറയാനുള്ള ഏക അഭ്യർത്ഥന. ഒപ്പം തന്നെ ഈ ഗൾഫിൽ എത്തുന്നവർ മാത്രം വിളിച്ചാൽ മതിയല്ലോ ഈ നമ്പറിൽ, അല്ലേ? അതായത് മക്കത്ത് വെച്ച് ആര് വിളിച്ചാലും ഈ നമ്പറിൽ വിളിച്ചാൽ സംശയ ദൂരീകരണം ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഇഹ്റാം ചെയ്യുമ്പോൾ തൽബിയത്ത് ചൊല്ലൽ നിർബന്ധമല്ലേ എന്ന് നമ്മൾ ഇഹ്റാമുമായി ബന്ധപ്പെട്ട് നേരത്തെ നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ പാടുണ്ടോ എന്നെല്ലാം നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഹ്റാം ചെയ്താൽ തൽബിയത്ത് ചൊല്ലൽ നിർബന്ധമല്ലേ? അല്ല, തൽബിയത്ത് ഒരിക്കലും നിർബന്ധമല്ല. തൽബിയത്ത് സുന്നത്ത് മാത്രമേ ഉള്ളൂ. ഇഹ്റാം ചെയ്താൽ തൽബിയത്ത് ചൊല്ലൽ ഏറ്റവും സുന്നത്താണ്. കാരണം തൽബിയത്താണ് അത് ഷിയാറുൽ ഹജ്ജ് എന്നാണ്. ഹജ്ജിൻ്റെ ഒരു ഷിയാറായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളുടെ സമീപത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മുർ അസ്വഹാബക്ക്, അസ്വഹാബത്തിനോട് കൽപ്പന കൊടുക്കണം, ഫൽ ഇർഫഉ അസ്വാതഹും ബി തൽബിയ, അവർ ഉറക്ക തൽബിയത്ത് ചെല്ലട്ടെ, ഫഇന്നഹാ മിൻ ഷിയാരിൽ ഹജ്ജി, അത് ഹജ്ജിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന്. സുന്നത്തേ ഉള്ളൂ. ഈ തൽബിയത്തിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് അറിയാൻ താല്പര്യപ്പെടുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവെ നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അള്ളാഹു വിളിച്ചു, ഇബ്രാഹിം നബിയെ കൊണ്ട് അള്ളാഹു വിളിപ്പിച്ചു, നമ്മളതിന് ഉത്തരം നൽകും. ഒരു വിനയാന്വിതനായ ഒരു അടിമ അള്ളാഹുവിനോട് പറയുകയാണ്, ലബ്ബൈക്ക ലാ ശരീക ലക ലബ്ബൈക്ക്, നിനക്ക് യാതൊരു തരത്തിലും കൂട്ടുകാരില്ല. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സമ്മതിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഏകത്വം. ഇന്നൽ ഹംദ, എല്ലാ സ്തുതിയും, വൻ നിഅമത, സകല അനുഗ്രഹങ്ങളും, ലക നിനക്കാണ്, വൽ മുൽക്ക്, അധികാരവും നിനക്കാണ്. ഇതാണ് അതിൻ്റെ ആശയാർത്ഥം. കാരണം വിശുദ്ധ ഹജ്ജിൻ്റെ സമയമായാൽ ഈ ശബ്ദം മാത്രമേ കേൾക്കൂ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്നൊരു ഒരേ സ്വരത്തിൽ, പുരുഷന്മാരൊക്കെ ഒരേ വേഷം, സ്ത്രീകളും അതുപോലെ തന്നെ മുഖമുൻകൈ ഒഴിവാക്കിയ വേഷം, ഇതേ ശബ്ദം, എല്ലാവരും ഒരേ ലക്ഷ്യം. ഇത് ആ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അറഫയിലേക്കുള്ള ആ നീക്കം, അതുപോലെ മിനയിലും മറ്റുമൊക്കെ സംഗമിക്കുമ്പോൾ, അതുപോലെ ഉംറക്കൊക്കെ ആളുകൾ വരുമ്പോൾ, സാധാരണ ഇതിന് ഒരു സമയമുണ്ട്. തൽബിയത്ത് ആരംഭിക്കുന്നത് ഇഹ്റാം ചെയ്ത ഉടനെയാണെങ്കിലും ഉംറയാണെങ്കിൽ ആ തൽബിയത്ത് അവസാനിപ്പിക്കേണ്ടത് തവാഫ് തുടങ്ങുമ്പോൾ, ഹജ്ജാണെങ്കിൽ ആദ്യത്തെ കല്ലെറിയുമ്പോൾ. അതുവരെ ഈ ശബ്ദമേ കേൾക്കൂ. ദുൽഹജ്ജ് 9 അന്ന് അൽ ഹജ്ജു അറഫ എന്നാണല്ലോ. ആ ദിവസത്തിലൊക്കെ ഈ വേഷം ധരിച്ചുകൊണ്ട് ഈ മുദ്രാവാക്യം മാത്രം മുഴക്കി നീങ്ങുന്നൊരു വൻ ജനാവലിയെ കാണുമ്പോൾ ഇസ്ലാമിൻ്റെ ഏകത്വവും ആ ഒരുമയും ഒക്കെ ശരിക്കും നമുക്ക് ബോധ്യപ്പെടും. മാത്രമല്ല ഈ ശബ്ദം മാത്രം കേൾക്കുമ്പോൾ അള്ളാഹുവിലേക്ക് മനുഷ്യൻ അടുക്കുന്നൊരു പ്രത്യേക അനുഭൂതി നമുക്ക് അനുഭവപ്പെടുകയാണ്. ലോകത്ത് ഇതുപോലത്തെ ഒരു കാഴ്ച അപൂർവമല്ലേ? അപൂർവമായിരിക്കും. അത്യപൂർവം എന്നല്ല, ഇത് വേറെ ഇല്ല എന്ന് തന്നെ. കാരണം ഇന്ന് ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ ഒരു നെറ്റ് സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വേറെ എങ്ങും തന്നെ കണ്ടിട്ടില്ല ഈ കാഴ്ച. മാത്രമല്ല ഇപ്പോൾ പഴയ പോലെയല്ല. പണ്ട് വളരെ കുറച്ച് ആളുകളെ ഹജ്ജിനെത്തി. ഇപ്പോൾ 30 ലക്ഷം ആളുകൾക്കല്ലേ ഒരേ ദിവസം. അറഫയിൽ 30 ലക്ഷം ആളുകൾ ഒരേ സമയത്ത് ഒരേ വേഷത്തിൽ ഒരേ മുദ്രാവാക്യത്തിൽ ഒരേ സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്നു. അതൊരു വലിയ സംഭവം. ഇങ്ങനത്തെ ഒരു സംഗമം ലോകത്ത് ഇല്ലെന്ന് താങ്കൾ പറഞ്ഞാണ് ശരി. അത്യപൂർവമല്ല, ഇല്ല. മഹാഭാഗ്യത്തിനായി ദുആ ചെയ്യാം. لبيك اللهم لبيك لبيك اللهم لبيك لبيك اللهم لبيك لبيك اللهم لبيك. ഇഹ്റാമിന് വുളൂ ആവശ്യമുണ്ടോ എന്നാണ്. ഇഹ്റാമിന് വുളൂ ആവശ്യമില്ല. ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിന് വുളൂ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നിയ്യത്ത് വയ്ക്കുമ്പോൾ വുളൂവിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല മൊത്തത്തിൽ എല്ലാ സമയത്തും വുളൂ ഉണ്ടാവൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം, അവർ വുളൂ ഇങ്ങനെ നിലനിർത്തി പഠിക്കണം.
കാരണം ഹറമിലായിരിക്കുമ്പോൾ പുറത്തൊക്കെ പോയി ഉദു എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഉദു കൂടുതൽ സമയത്തും ഉദു ഹജ്ജിന് പോകുന്ന ആളുകൾ ഉദു കുറേ സമയം നിലനിർത്തി പഠിക്കുക. എപ്പോഴും ഉദു നഷ്ടപ്പെട്ട ഉടനെ ഉദു കൊടുക്കുക. അങ്ങനെ ദായിമുൽ ഉദു, അതൊരു കാവലും കൂടിയാണ് പൈശാചിക ശല്യത്തിൽ നിന്നും. അതായത് പൈശാചികമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ദുഷ്പ്രേരണ പിശാച് ചെലുത്തുമല്ലോ, ആ പ്രേരണയൊക്കെ ഒഴിവായി കിട്ടും എപ്പോഴും ഉദു ഉണ്ടായാൽ. അത് വളരെ നല്ലതാണ്. സാധാരണ ഹജ്ജിന് അല്ലെങ്കിൽ സാധാരണ വിശ്വാസികൾക്ക് ഉദുവോടുകൂടി നടക്കുക, നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഉദുവോട് കൂടി ഇരിക്കുക ഒരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ഉദു എടുക്കുക, അതിനെന്ത് ഒരു കുഴപ്പമില്ലല്ലോ. അതാണ് ഏറ്റവും നല്ല ഒരു പതിവ്. ഇഹ്റാമിൽ നഖം നീക്കരുത്, മുടി നീക്കരുത് എന്നെല്ലാം ക്ലാസ്സിലൂടെ കണ്ടു. നഖം പൊട്ടിയാലുള്ള കാര്യം കേട്ടു, പക്ഷേ വ്യക്തമായില്ല. ഒരു നഖം പൊട്ടി ശല്യമായി രക്തം വരും വിധമായാൽ എന്ത് ചെയ്യണം എന്നാണ്. ഇഹ്റാമിൽ നഖം നീക്കരുത് എന്നല്ല, നീക്കണം എന്നായിരിക്കും ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ്. ഇഹ്റാമിൽ നഖം നീക്കരുത്. ഇഹ്റാം ചെയ്താൽ പിന്നെ നഖം നീക്കരുത്. പക്ഷേ നഖം പൊട്ടിക്കഴിഞ്ഞാൽ ഒരാൾ ആ നഖം കൊണ്ട് ശല്യമായി അങ്ങനെ വന്നാൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് കിതാബിൽ. ഒന്ന്, ഈ നഖം പൊട്ടിയിട്ട് അതിൻ്റെ തുമ്പ് തട്ടിയിട്ട് നമുക്ക് രക്തം പൊടിയുന്നു, അല്ലെങ്കിൽ കണ്ണിലേക്ക് ഒരു നമ്മുടെ പുരികം അതുപോലെ എന്തെങ്കിലും ഒരു മുടി കണ്ണിൽ കുത്തിക്കിടക്കും. അപ്പോൾ പുരികത്തിൻ്റെ മുടി ഇവിടെ കണ്ണിൽ കുത്തിക്കിടക്കുന്നു. അങ്ങനെ വന്നാൽ അത് മാത്രം എടുത്തിടുന്നതിന് തടസ്സമില്ല. അപ്പോൾ ഈ പൊട്ടിയ നഖം മാത്രം എടുത്തിടാം, അതിന് ഫിദിയ വേണ്ട, കുറ്റകരമല്ല. ഒരു ദറൂറത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ റമല് നടത്തം അത് ഒന്ന് വിശദീകരിക്കുമോ എന്നാണ്. റമല് നടത്തം എന്ന് പറയുന്നത് നബിതങ്ങളും സ്വഹാബത്തും പരിശുദ്ധ മദീനയിൽ നിന്ന് വന്നപ്പോൾ നബിതങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ആ അവസ്ഥ കണ്ട് കളിയാക്കി ആ കാലഘട്ടത്തിലെ ഖുറൈശികൾ. മുഹമ്മദും സംഘവും വന്നിരിക്കുന്നു, അവർ വളരെയധികം പരിക്ഷീണരാണ്. അസാബത്ത് ഹുമ്മ യഥരിബ എന്നാണ് അവർ പറഞ്ഞത്. ഹുമ്മ യഥരിബ, യഥരിബിലെ, അതായത് മദീനക്കന്ന് യഥരിബ് എന്നാ പറയുക, യഥരിബിലെ പനി ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നബിതങ്ങൾ ആ ശക്തി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സ്വഹാബത്തിനെ കൂട്ടി നല്ല ഒരു മാർച്ചിങ് സ്റ്റൈലിൽ ഒരു തവാഫ് ചെയ്തു. അതിനെ സ്മരിച്ചുകൊണ്ട് 7 തവാഫ് ചെയ്യുമ്പോൾ പുരുഷന്മാർ മാത്രം ഉംറയുടെയും ഹജ്ജിൻ്റെയും സുന്നത്തായ തവാഫിൽ വേണ്ട, ഉംറയുടെയും ഹജ്ജിൻ്റെയും തവാഫിൽ അവർ 3 ചുറ്റ്, ആദ്യത്തെ 3 ചുറ്റ് ഒരു മാർച്ചിങ് സ്റ്റൈലിൽ നടക്കുക. അതെങ്ങനെയാണെന്ന് കിതാബിൽ വിശദീകരിച്ചു. എങ്ങനെയാണത്? അത് അൽ ഇസ്രാഉ ഫിൽ മഷി, നടത്തത്തിൻ്റെ വേഗത കൂട്ടുക. മഴ തക്കാറുബിൽ ഹുത്ത, കാലടികൾ അടുപ്പിച്ച് വെച്ചിട്ട്. ദൂനൽ ഉസൂബി വൽ അദവി, ചാടാനും ഓടാനും പാടില്ല, പട്ടാള സ്റ്റൈൽ. അത് തന്നെ, അത് പുരുഷന്മാർക്ക് മാത്രം. അതും ആദ്യത്തെ 3 ചുറ്റിൽ, അതും ഹജ്ജിൻ്റെയും ഉംറയുടെയും തവാഫിൽ മാത്രം. അതായത് ശേഷം സഴിയുള്ള തവാഫിൽ, സാധാരണ തവാഫിൽ വേണ്ട. തവാഫിന് പ്രത്യേക നിയ്യത്ത് വേണമെന്നാണ്. സുന്നത്തായ തവാഫിന് നിർബന്ധമാണ്. കാരണം നമ്മളിപ്പോൾ സുന്നത്തായ തവാഫ് ഇതേ വേഷത്തിൽ ചെന്ന് ഞാൻ സുന്നത്തായ തവാഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് 7 വട്ടം ചുറ്റുക. ഹജ്ജിൻ്റെയും ഉംറയുടെയും സമയത്ത് നിയ്യത്ത് ചെയ്യൽ സുന്നത്തേ ഉള്ളൂ. കാരണം അത് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതോടുകൂടി തവാഫ് അതിൽ ഉൾപ്പെട്ടു, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നതോടുകൂടി തവാഫ് അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞത് കൊണ്ട് പിന്നീട് ഈ നിയ്യത്ത് ഒന്ന് പുതുക്കൽ സുന്നത്തേ ഉള്ളൂ. നിർബന്ധമായ തവാഫിന് നിയ്യത്ത് ആവശ്യമില്ല, പക്ഷേ സുന്നത്തായ തവാഫിന് നിയ്യത്ത് ആവശ്യമാണ്. ഇത് നിർബന്ധമാണ്. ഈ തവാഫുമായി ബന്ധപ്പെട്ട് തവാഫ് ചെയ്താൽ സഅയ് കൂടി ചെയ്താലാണത് പൂർത്തിയാകുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? അത് ഹജ്ജിനും ഉംറക്കും മാത്രം. സുന്നത്തായ തവാഫിൽ സഴിയില്ല. മാത്രമല്ല സഴി വെറുതെ ചെയ്യുകയും അരുത്, അത് സുന്നത്തിനെതിരാണ്. ചില ആളുകൾക്ക് അങ്ങനെ ധാരണ ഉണ്ട്, സുന്നത്തായ തവാഫ് ചെയ്യുമ്പോൾ തവാഫിൻ്റെ ഭാഗമാണ് സഴി എന്നൊരു ധാരണ ചിലർക്ക്. അത് ശരിയല്ല. അവരെന്ത് ചെയ്യണം? തവാഫ് ചെയ്ത് പിരിഞ്ഞു പോകണം, പിന്നെ വീണ്ടും തവാഫ് ചെയ്യാം. സഴി വെറുതെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്ന സുന്നത്തില്ല. തവാഫ് മാത്രം ചെയ്താൽ മതി. ഈ വദാഇൻ്റെ, അതായത് നമ്മൾ മക്കത്ത് നിന്ന് പിരിഞ്ഞു പോരുമ്പോഴുള്ള ആ തവാഫ് ചെയ്തു, യാത്ര എന്തെങ്കിലും കാരണവശാൽ യാത്ര വൈകി, വീണ്ടും ചെന്ന് ഇങ്ങനെ തവാഫ് ചെയ്യേണ്ടതുണ്ടോ? വദാഇൻ്റെ തവാഫ് ഒരാൾ ചെയ്തതിന് ശേഷം, വദാഇൻ്റെ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവന് അല്പം പിന്തിയാൽ കുഴപ്പമില്ല. അതേസമയത്ത് മറ്റു സുഹൃത്തുക്കളെ കാണാൻ പോവുകയോ സാധന സാമഗ്രികൾ വാങ്ങാൻ പോവുകയോ ചെയ്ത് പിന്തിയാൽ വീണ്ടും തവാഫ് മടക്കണം. ഈ അറഫയിൽ നിൽക്കേണ്ട സമയം, അത് അറഫയിൽ നിൽക്കേണ്ട സമയം ദുൽഹജ്ജ് മാസം 9 ലൊഹർ സമയം മുതൽ പിറ്റേ ദിവസത്തെ ആ സുബൈക്ക് മുമ്പ് അവൻ നിന്നിരിക്കണം. അത് രാത്രി പോയി നിന്നാലും അറഫ കിട്ടും. പക്ഷേ ഏറ്റവും ഉത്തമം ലൊഹർ സമയം മുതൽ മഗ്രിബ് വരെയാണ്. മഗ്രിബിൻ്റെ സമയത്തും അവൻ അവിടെ ഉണ്ടാകണം. രാവും പകലും ഒരുമിച്ച് കൂട്ടൽ പ്രത്യേക സുന്നത്താണ്. ഈ അറഫയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു സാങ്കേതിക പ്രയോഗം മാത്രമാണ്, അതങ്ങനെ നിർബന്ധമില്ല. നിൽക്കുക എന്നത് നിർബന്ധമില്ല. കഴിവുള്ളവൻ നിൽക്കൽ സുന്നത്തുണ്ട്. അത് നിന്ന് ദുആ ചെയ്യൽ പ്രത്യേകം ഒരു പുറത്തിറങ്ങി വെയിൽ കൊണ്ടൊക്കെ ദുആ ചെയ്യുക എന്നത്, അല്ലാതെ അറഫയിൽ നിൽക്കുക എന്നൊരു നൃത്തമില്ല. ഹജ്ജ് എന്നത് തന്നെ അറഫയാണ് ഹജ്ജ്. അവിടെ ഇരുന്ന് ദുആ ചെയ്താലും മതി, കിടന്ന് ദുആ ചെയ്താലും മതി. അത് ഏറ്റവും മിനിമം ഈ സമയത്ത് ദുൽഹജ്ജ് മാസം 9 ലൊഹർ ബാങ്ക് വിളിച്ചതിന് ശേഷം പിറ്റേന്ന് ഫജ്റിന് മുമ്പ് ഒരാൾ അറഫയിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി. ജസ്റ്റ് ഒരു കച്ചവടക്കാരനായി പോയാലും മതി, ഹജ്ജ് കിട്ടും. പക്ഷേ പുണ്യം കിട്ടണമെങ്കിൽ അവൻ അവിടെ നിന്ന് പ്രത്യേകമായി ദുആ ചെയ്യാം.
ഈ അറഫ നോമ്പ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഹജ്ജിന് പോകാത്ത ആളുകൾ അറഫ നോമ്പ് എടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ, ഹാജിമാർക്ക് സുന്നത്തുണ്ട്? ഹാജിമാർക്ക് അറഫ നോമ്പ് സുന്നത്തില്ല. ഹാജിമാർ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം ഒന്ന്, അറഫയിൽ അവർ അറഫ ദിനത്തിൽ നോമ്പ് നോക്കണ്ട. അതുപോലെ തന്നെ ദുൽഹജ്ജ് 10, 11, 12 മിനയിലായിരിക്കുമല്ലോ. ഇവർ മിനയിലായിരിക്കുമ്പോൾ അന്ന് ജുമാ അവർക്ക് ഉണ്ടാവില്ല. ഈ തൽബിയത്തുമായി ബന്ധപ്പെട്ടാണ്. തൽബിയത്ത് ഏത് സമയം വരെയാണ് ചൊല്ലേണ്ടത്? നേരത്തെ ഒരു ചോദ്യത്തിന് നമ്മളത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആളാണെങ്കിൽ അവൻ ആദ്യത്തെ കല്ലെറിയുന്നത് വരെ, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത ആളാണെങ്കിൽ തവാഫ് തുടങ്ങുന്നത് വരെ തൽബിയത്ത്. അതുവരെ ആ തവാഫ് തുടങ്ങിയ പിന്നെ തൽബിയത്തില്ല, കല്ലെറിഞ്ഞാൽ പിന്നെ തക്ബീറാണ്. ഈ കല്ല് നമ്മൾ എറിയാൻ വേണ്ടി എടുക്കുന്നത് മുസ്തലിഫ അല്ലാത്ത സ്ഥലത്ത് നിന്ന് എടുത്താൽ പറ്റുമോ? വൃത്തിയുള്ള ഏത് സ്ഥലത്തു നിന്നും കല്ലെടുക്കാം. മിനയിൽ നിന്ന് എടുക്കാം, മുസ്ദലിഫയിൽ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം. എറിഞ്ഞ കല്ല് എടുക്കുന്നത് ഗുണകരമല്ല. എറിഞ്ഞ കല്ല് ആ ജംറയിൽ പോയി എടുക്കരുത്. ബാക്കി എവിടെ നിന്നും കല്ലെടുക്കാം. ഏറ്റവും നല്ലത് മുസ്ദലിഫയിൽ നിന്ന് എടുക്കുക. മുസ്ദലിഫയിൽ നിന്ന് കല്ലെടുത്ത സുന്നത്ത് കിട്ടുന്നതിന് വേണ്ടി 7 കല്ലെങ്കിലും പെറുക്കിയാൽ മതി. എന്നാൽ മുസ്ദലിഫിൽ നിന്ന് കല്ലെടുത്ത സുന്നത്ത് നമ്മൾ ഇവിടുന്ന് ഈ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് ഹറമിൽ നിന്ന് പുറത്തേക്ക് കല്ല് കൊണ്ടുപോകാൻ പാടില്ല. എന്നപോലെ ഇവിടുന്ന് അങ്ങോട്ടൊരു സാധനം കൊണ്ടുപോകാനും പാടില്ല. കല്ലും മണ്ണും അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഇവിടുത്തെ മണ്ണും കല്ലും കൊണ്ടുപോയി അവിടെ ഇടരുത്. നമ്മളിവിടുന്നുള്ള ഇത്തരം സ്ഥാനങ്ങൾ അവിടെ പാടില്ല. ഇദ്ഖാലും ഇഖ്റാജും പാടില്ല. പുറത്ത് കൊണ്ടുപോകാനും അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം ഇന്ന് അവിടെ അവസാനിക്കുകയാണ്. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാകുന്നതും അതുതന്നെയാണ്. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയ നിവാരണം മക്കയിലെത്തുന്ന പ്രിയപ്പെട്ട ഹാജിമാർക്ക് പ്രിയങ്കരനായ പൂക്കോട്ട് സാഹിബുമായി നിങ്ങൾക്ക് ഫോണിലൂടെ വിളിച്ച് സംശയ ദൂരീകരണം നടത്താനായി നിങ്ങൾ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഫോൺ നമ്പർ നൽകുന്നു. നമ്പർ ഇതാണ്: 0508844260 05088444260. അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ. കൂടുതൽ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. लो चल ही दिया काफिला मक्के की तरफ हा, खुशबख्त है वो पाएंगे जो हज का शरफ हा. लो चल ही दिया काफिला. लब्बैक अल्लाहुम्म लब्बैक लब्बैक अल्लाहुम्म लब्बैक. चल ही दिया काफिला मक्के की तरफ हा. लब्बैक अल्लाहुम्म लब्बैक लब्बैक अल्लाहुम्म लब्बैक. Gift sponsored by Santushta Kudumbam.